നമസ്കാരം. ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കും. ധർമ്മദൈവത്തെ ഈ നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും, ആരാണ് ധർമ്മദേവത? ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും. ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടി വരും. പ്രത്യേകിച്ച് ഈ ജൂൺ മാസത്തിൽ ധനവാനാകാൻ നിങ്ങൾക്കൊരു യോഗം കാണുന്നു. കാരണം തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് സമയം മാറുന്നു എന്നത് തന്നെ. ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന നക്ഷത്ര ജാതകർ ഇവരാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള കാലം സർവൈശ്വര്യത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു യോഗം കാണുന്നു. ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ്. ധനലാഭമാണ് ഫലം. അതുകൊണ്ട് തന്നെ ലോട്ടറി ഇവർക്കടിക്കും. ഈ നാളുകാർക്ക് കണ്ടകശനിക്കാലം കൂടിയാണ്. അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ എള്ളുപായസം നടത്തി പ്രാർത്ഥന നടത്തുക. അടുത്ത ഭാഗ്യനക്ഷത്രം മിഥുനക്കൂറിലെ മകയിരം നക്ഷത്രമാണ്. ധനസ്ഥിതി വർദ്ധിക്കും. ലോട്ടറി അടിക്കും. വലിയ വീട് വയ്ക്കാനുള്ള യോഗം വന്നു ചേരും. അതുപോലെ തന്നെ വിദേശത്ത് പോകാനുള്ള യോഗമൊക്കെ ഇവർക്ക് തെളിയും. കാനഡയിലൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ ജൂൺ ജൂലൈ കഴിയുന്നതോടെ അതിനുള്ള അവസരം വന്നു ചേരും. അടുത്ത ലോട്ടറി അടിക്കുന്ന നക്ഷത്രം കന്നിക്കൂറിലെ ഉത്രവും അത്തവും ചിത്തിരയുമാണ്. ഭാഗ്യമാണ് ഈ 3 നക്ഷത്ര ജാതകർക്കും. കഴിഞ്ഞ കാലഘട്ടത്തിലെ ദുഃഖമൊക്കെ മറക്കുക. വിദേശത്ത് നിന്ന് വരെ ലോട്ടറി അടിക്കാനുള്ള സാധ്യത ഇവർക്കുണ്ട്. അത്രയ്ക്കും ഭാഗ്യമാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി മാസം തോറും പ്രാർത്ഥിക്കണം. അടുത്തത് വൃശ്ചികക്കൂറിലെ അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അടുത്ത നക്ഷത്ര ജാതകർ മീനക്കൂറിലെ ഉത്രട്ടാതിയും രേവതിയുമാണ്. ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും ഇനി ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. ഭാഗ്യം നമുക്ക് അനുകൂലമാകണമെങ്കിൽ ദൈവാധീനം വർദ്ധിക്കണം. ദൈവാധീനം വർദ്ധിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ലോട്ടറി എടുത്താൽ പോലും നമുക്കത് അടിച്ചു കിട്ടും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. നിങ്ങളുടെ വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തണം. അതുപോലെ തന്നെ ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിലൊക്കെ ദർശനം നടത്തുന്നതും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരാൻ കാരണമാകും. ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു ചേരുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ വീടിൻ്റെ ദോഷമോ അതല്ലെങ്കിൽ നിങ്ങളിലെ ദോഷമോ ആയിരിക്കാം. അപ്പോൾ കുടുംബ ദൈവത്തെ പ്രാർത്ഥിക്കണം. കുടുംബ ദൈവം ആരാണ് എന്നറിയില്ല എങ്കിൽ ഭദ്രകാളിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. എല്ലാ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ വലിയ ഉന്നതിയും ഭാഗ്യവും നിങ്ങളെ തേടി വരും. ഉറപ്പാണ്. ഒരു ഭാഗ്യക്കുറി എടുത്തിട്ട് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അമിതമായി ലോട്ടറി ഒന്നും എടുക്കരുത്. വല്ലപ്പോഴും ഒരു ലോട്ടറി എടുക്കുക. അത് നമ്മുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വേതനത്തിൻ്റെ, അതായത് നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ 1% മാത്രമേ നമ്മൾ ലോട്ടറിക്കായിട്ട് ചിലവഴിക്കാവൂ. അതായത് 1000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ 50 രൂപയ്ക്ക് ഒരു ലോട്ടറി എടുക്കാം. അതിൽ കൂടുതൽ ഒരിക്കലും എടുക്കരുത്. അങ്ങനെ എടുത്താൽ അത് നമുക്ക് നാശത്തിലേക്ക് കലാശിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഭാഗ്യാനുഭവമുണ്ട് എന്ന് കരുതി അതൊരിക്കലും ദുർവിനിയോഗം ചെയ്യരുത്. കാരണം ഒരുപാട് ഭാഗ്യക്കുറിയൊക്കെ എടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾക്കേ കാരണമാവുകയുള്ളൂ. ഭാഗ്യമുണ്ട് എങ്കിൽ ഒരു ലോട്ടറി എടുത്താൽ പോലും നിങ്ങൾക്ക് അടിച്ചിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക.
മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.